ഹലോ ഫ്രണ്ട്സ്, ലേൺ വൈസ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ദേവസാഗർ എന്നാണ്. BPAG 173 എന്ന പേപ്പർ കോഡുള്ള ഇ ഗവർണൻസ് എന്ന സബ്ജക്റ്റ് ആണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ക്ലാസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് മാത്രമാണ്. അതായത് ഈ പേപ്പർ എന്താണ് നമ്മളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും അതുപോലെ ഈ പേപ്പറിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നും ഇത് നമുക്ക് എങ്ങനെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെയുള്ളൊരു ജിസ്റ്റാണ് ഞാൻ നിങ്ങളോട് ഈ ക്ലാസ് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗവർണൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് ഈ ഗവർണൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഗവർണൻസ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഭരണ നവീകരണത്തിനായി വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, അതായത് ICTന്റെ അപ്ലിക്കേഷൻ. ICTയും അതുപോലെ തന്നെ ഗവർണൻസ് കൂടി ക്ലബ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഇ ഗവർണൻസ്. ഈ ICT പ്ലസ് ഗവർണൻസ് ആ രണ്ടും കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ ഗവർണൻസ് കിട്ടും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഇമെയില്, പണ്ട് നമ്മൾ ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് കത്തുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ലെറ്റേഴ്സ്. അതിന്റെ ഒരു ടെക്നോളജിക്കലി ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഇപ്പോഴത്തെ ഇമെയിൽ എന്ന് പറയുന്നത്. അത് നമുക്ക് ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. അപ്പോൾ ഈ ICT ഇ ഗവർണൻസിലേക്ക് വരുമ്പോൾ അതേ ഐഡിയ തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവാനും ആക്സസിബിൾ ആവാനും അതുപോലെ തന്നെ ടൈം കൺസംഷൻ കുറയ്ക്കാനും ഒക്കെ ഈ ഇ ഗവർണൻസ് നമ്മളെ സഹായിക്കും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തരുവാണ്. നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് ഓരോ സെപ്പറേറ്റ് ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് എന്തിനെ പറ്റിയാ പറയുന്നത്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് യൂണിറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ICT എന്താണെന്നും വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതായത് ഷാനോൺ വീവറുടെ ഒരു മാത്തമാറ്റിക്കൽ ഒരു ഇക്വേഷൻ ഒക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷെ അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലായാൽ മതി. ഒരു റിസീവറും ഒരു സെൻഡറും തമ്മിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുക, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫോണിലൂടെ ആവാം, അതായത് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്, അതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സും കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ എമർജൻസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ ഇന്ത്യ, അതായത് നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ ICTന്റെ എമർജൻസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ്. 1970 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നുണ്ട്. അതിലൂടെയാണ് ഇതിന്റെ ഒരു എമർജൻസി എന്ന് പറയുന്നത്. പിന്നെ കുറെ ആക്ട്സും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാം. പിന്നെ ടൈപ്സ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ICT, ഒരു 4 ടൈപ്സിനെ പറ്റി അവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആയ BISനെ പറ്റി സംസാരിക്കുന്നുണ്ട്, MISനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ സിസ്റ്റംസിനെ പറ്റിയും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾക്ക് ഇൻഫർമേഷൻ തരുന്ന എല്ലാ സംഭവങ്ങളെയും നമുക്ക് ഈ ലാപ്ടോപ്പ് ആയാലും മൊബൈൽ ഫോൺസ് ഒക്കെ ആയാലും ഒക്കെ ഇൻഫർമേഷൻ സിസ്റ്റം തന്നെയാണ്, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ. പിന്നെ നെക്സ്റ്റ് യൂണിറ്റിൽ നോക്കാം ഇ ഗവർണൻസ്. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇ ഗവർണൻസ്, കോൺസെപ്റ്റ് ഓഫ് ഇ ഗവർണൻസ്, അതുപോലെ തന്നെ കുറച്ച് മോഡൽസിനെ പറ്റി അതിൽ പറയുന്നുണ്ട്. പിന്നെ ഇ ഗവർണൻസിന്റെ ആവശ്യകത, നേരത്തെ പറഞ്ഞ പോലെ എഫക്റ്റീവ് സർവീസ് ഡെലിവറി ടു സിറ്റിസൺ. അതാണ് നമുക്കൊരു എഫക്റ്റീവ് ആയിട്ട് ടൈംലി ആയിട്ട് നമുക്ക് സർവീസ് കിട്ടുന്നുണ്ട്. അതാണ് ഈ ഇ ഗവർണൻസിന്റെ ഒരു മേന്മ എന്ന് പറയുന്നത്. നമുക്ക് ഈ അക്ഷയ സെന്റർ ഒക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഇ ഗവർണൻസിന്റെ പാർട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ ചെന്നിട്ട് പണ്ടത്തെ പോലെ വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും ഒന്നും പോയിട്ട് ഫയൽ വർക്ക്സ് ചെയ്യണ്ട, പേപ്പർ വർക്ക്സ് ചെയ്യണ്ട. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അക്ഷയ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഇപ്പം കുറച്ചുകൂടി ടെക്നോളജി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമുക്ക് ആധാറിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിലൂടെ ചെയ്യാം. പാൻ കാർഡ് അപ്ലൈ ചെയ്യാം, ഫോണിലൂടെ ചെയ്യാം. അതൊക്കെ നമുക്ക് ടൈം കൺസംഷൻ കുറയ്ക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടി ആക്സസിബിൾ ആണ് ഈ കാര്യങ്ങളൊക്കെ. അതാണ് ഇ ഗവർണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 3, ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് ഫോർ ICT ആൻഡ് ഇ ഗവർണൻസ്. അതായത് കുറച്ച് ലീഗൽ പോളിസി ഫ്രെയിംവർക്ക്, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു ആക്ട് ആണ്. അതായത് സ്റ്റേറ്റ് ഓഫ് UP വേഴ്സസ് രാജ്നാരായണൻ കേസ്, അത് 1975. അവിടെയാണ് സുപ്രീം കോടതി ഒരു വെർഡിക്റ്റ് ഉണ്ടാക്കുന്നത്. അതായത് പബ്ലിക് ഓഫീസേഴ്സ് ആയാലും ഗവൺമെന്റിന്റെ ആയാലും
അവരുടെ ഇൻഫർമേഷൻസ് എല്ലാം പബ്ലിക്കിന് കാണുന്നതക്ക രീതിയിൽ കൊടുക്കണം, പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വെക്കണം എന്നുള്ളൊരു വേർഡിക്റ്റ് സുപ്രീം കോർട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. എന്താണ് അതിന്റെ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ അവിടുന്ന് ഗ്യാദർ ചെയ്യാൻ പറ്റുക, അതൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ നോക്കും. അതുപോലെ തന്നെ ഈ ഗവർണൻസ് പ്ലാന്, ഡിജിറ്റൽ ഇന്ത്യ, നമുക്ക് എല്ലാവരും അറിയാലോ, ഈ ഡിജി ലോക്കറൊക്കെ ഡിജിറ്റൽ ഇന്ത്യന്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവമാണ്. പിന്നെ വരുന്നത് റോൾ ഓഫ് ICT ഇൻ അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ ICTന്റെ റോൾ എന്താണ്? പണ്ട് കാലത്ത് ഫുൾ പേപ്പർ വർക്ക്സ് ആയിരുന്നു, അതാണ് ട്രഡീഷണൽ വേഴ്സസ് ഇലക്ട്രോണിക് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പം ഫുള്ള് ICT ബേസ്ഡ് ആയി. പിന്നെ ഇൻഫർമേഷൻ സിസ്റ്റം, GIS, സർവീസ് ഡെലിവറി കുറച്ചുകൂടി ഇംപ്രൂവ് ആയി. നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്സിൽ കിട്ടും എല്ലാ കാര്യങ്ങളും. അതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇനി അടുത്ത യൂണിറ്റ് നമ്പർ 5 ആണ് അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ ടുവേർഡ്സ് ICT ബേസ്ഡ് റിഫോംസ്. അതായത് ട്രഡീഷണൽ ട്രേഡ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ അതായത് യൂണിറ്റ് 4 ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ട്രഡീഷണൽ ട്രേഡ്സ് എന്ന് പറയുന്നത് ഈ പേപ്പർ വർക്ക്സ് ആയാലും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പ് അല്ലായിരുന്നു, വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു രീതിയാണ്. പിന്നെയാണ് നമ്മളിപ്പോ ഗ്ലോബലി പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒരു എവല്യൂഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ടൈമിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയി, പിന്നെ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് ആയി, പിന്നെ ന്യൂ പബ്ലിക് സർവീസ് ആയി. അപ്പൊ അവിടെ ഒരു എവല്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചറിൽ അവിടെ ഒരു എവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് ICTന്റെ ഇൻട്രൊഡക്ഷൻ വരുന്ന സമയത്ത് അവിടെ ഗവർണൻസ് കുറച്ചുകൂടി ഈസി ആവുന്നുണ്ട്. അതാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നത്തെ യൂണിറ്റ് വരുന്നത് യൂണിറ്റ് നമ്പർ 6 ആണ്, റോൾ ഓഫ് ICT ഇൻ റൂറൽ ഡെവലപ്മെന്റ്. അതായത് റൂറൽ അർബൻ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. കാരണം റൂറലില് ഗ്രാമപ്രദേശത്ത് കൂടുതലായിട്ടുള്ള ടെക്നോളജീസ് ഒന്നും എത്തുന്നില്ല, ആവശ്യങ്ങളൊന്നും സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം റൂറൽ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട്, അതായത് ICT റൂറൽ ഡെവലപ്മെന്റിലേക്ക് കൂടി, ഗ്രാമപ്രദേശത്തേക്ക് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഗ്രീൻ ടെക്നോളജീസ്, അതായത് ഗ്രാമപ്രദേശത്ത് വേസ്റ്റ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ മാനേജ്മെന്റ്, അങ്ങനത്തെ കുറെ ടെക്നോളജീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ICT അപ്ലിക്കേഷൻ, അഗ്രികൾച്ചർ, അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ICT അപ്ലൈ ചെയ്ത് എങ്ങനെ അവരുടെ എഫക്റ്റീവ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ അവരുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാന്നൊക്കെയാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് വൺ, യൂണിറ്റ് നമ്പർ 7, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇംപ്രൂവിംഗ് സെൽഫ് ഗവർണൻസ് ത്രൂ ICT. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, 73rd ഗവൺമെന്റിലൂടെ വന്നതാണ്. 1993 അത് പ്രാബല്യത്തിൽ വരുന്നത്. അതിനുശേഷം മുനിസിപ്പാലിറ്റി ആക്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇതിൽ ലോക്കൽ ഗവർണൻസ്, അതായത് പഞ്ചായത്തി രാജും അതുപോലെ തന്നെ ICT തമ്മിലുള്ള ഒരു കോമ്പിനേഷനെ പറ്റിയാണ് ഇതിൽ സംസാരിക്കുന്നത്. ഈ പഞ്ചായത്ത് ചാലഞ്ചസ്, അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശില് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെയാണ് ഈ യൂണിറ്റിൽ സംസാരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് യൂണിറ്റ് നമ്പർ 8, ഇ ലേണിംഗ്, റോൾ ഓഫ് ICT ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതായത് നമ്മളിപ്പം ഇ ലേണിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സ്ക്രീനിന്റെ ഇപ്പുറത്തും നിങ്ങൾ ഈ സ്ക്രീനിന്റെ അപ്പുറത്തുമായിട്ട് നമ്മൾ മുഖാമുഖം നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നോക്കിയിട്ടല്ല, ഒരു ലെക്ചർ മെത്തേഡാണ് ഇത്, ഡിസ്റ്റന്റ് ലേണിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. അതും എന്താണ്, ഇലക്ട്രോണിക് ലേണിംഗ് ആണ്. നിങ്ങളിപ്പം എൻറോൾ ചെയ്ത IGNOU എന്ന് പറയുന്നത് വൺ ഓഫ് ദ എക്സാമ്പിൾ ആണ് ഇ ലേണിംഗിന്. അപ്പം ഡിസ്റ്റൻസ് ലേണിംഗ് നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച്, നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിജിറ്റൽ ലൈബ്രറീസ് ഉണ്ട്. നമുക്ക് പുസ്തകങ്ങളായാലും എല്ലാം ഒരു റെപ്പോസിറ്ററി ബാങ്ക്, ഡിജിറ്റൽ ലൈബ്രറി ഉണ്ടാവും. നമ്മുടെ ഈ IGNOUനും ഒരു റെപ്പോസിറ്ററി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആക്സസിബിൾ ആണ്, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും ഈ വിർച്വൽ ലേണിംഗ്. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വിർച്വൽ ലേണിംഗ് ആണ്. അപ്പൊ അതിനെ പറ്റിയൊക്കെയാണ് യൂണിറ്റ് നമ്പർ 8 പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, യൂണിറ്റ് നമ്പർ 9 ഇ കൊമേഴ്സ് ആണ്. എല്ലാവർക്കും അറിയാം ഇലക്ട്രോണിക് കൊമേഴ്സ്. നമ്മളിപ്പം UPI, അതുപോലെ തന്നെ ഗൂഗിൾ പേ, പിന്നെ ഫ്ലിപ്കാർട്ടിൽ എന്തോ സാധനം വാങ്ങുമ്പോൾ ഒക്കെ ട്രാൻസാക്ഷൻ എന്തെന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോണിക് പേയ്മെന്റ്സ് ആണ്. അതിനെപ്പറ്റിയാണ് ഇ കൊമേഴ്സ് പറയുന്നത്. അതുപോലെ ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോൺസെപ്റ്റ് ഒക്കെ അതിൽ സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് യൂണിറ്റ് നമ്പർ 10 ആണ്, ഇ ഗവർണൻസ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ്. നേരത്തെ നമ്മൾ റൂറൽ ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞു, ഇനി അർബൻ ഡെവലപ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് സ്മാർട്ട് സിറ്റീസ് മിഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് 2005. അതായത് ഒരു സ്മാർട്ട് സിറ്റി ക്രിയേറ്റ് ചെയ്യാൻ, അത് അവിടുത്തെ ആൾക്കാരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനും വർക്കിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു പദ്ധതിയാണ് അത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ICTന്റെ ഉപയോഗം എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ ഗവർണൻസിന്റെ ഉദ്ദേശം.
അതിലൂടെ മാത്രമേ കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആയിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള എന്താണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പുതിയ ഒരു തലം ലോകത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഡിജിറ്റൽ ഡിവൈഡ് നമ്മൾ നീക്കണം. എല്ലാ സ്ഥലത്തും ICT എത്തണം. ഈ ഒരു എയിം വെച്ചാണ് ഈ റൂറൽ ഡെവലപ്മെന്റ് ആയാലും അർബൻ ഡെവലപ്മെന്റ് ആയാലും ഒക്കെ കൊടുത്തിട്ടുണ്ടാകുന്നത്. പിന്നെ അടുത്തത് യൂണിറ്റ് നമ്പർ 11 ആണ്. ഇൻഫർമേഷൻ പോളിസി, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ പറ്റി നമ്മൾ ഇതിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലോ. പിന്നെ യൂണിറ്റ് നമ്പർ 12, അതാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവസാനം കുറച്ച് ഇഷ്യൂസും ചാലഞ്ചസും ഒക്കെ ഉണ്ടാവും. അതിനെപ്പറ്റിയാണ് യൂണിറ്റ് നമ്പർ 12 പറയുന്നത്. കാരണം ഈ ICT നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കണം. ഈ ലിറ്ററസി ഇതൊക്കെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കാന്ന് കൂടി അറിയണമല്ലോ. ജസ്റ്റ് ഇതൊന്നും തുടങ്ങി വെച്ചിട്ട് ഒരു കാര്യമില്ല. പീപ്പിളിന് അവയർനെസ് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ഒക്കെ എന്താണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ICT അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലൂടെയൊക്കെ നമുക്ക് ഈ ഓഫീസേഴ്സിന്റെ ഒക്കെ പ്രവർത്തികൾ നമുക്ക് നമ്മുടെ ചെക്കിങ്ങിലായിരിക്കും എപ്പോഴും, നമ്മളൊരു സ്ക്രൂട്ടണിയിൽ ആയിരിക്കും എപ്പോഴും. നമ്മൾ ഈ അടുത്ത് തന്നെ മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ബലത്തിലാണ് നമ്മളത് പബ്ലിക്കിന് എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയത്. അതായത് 2019 കഴിഞ്ഞ റിപ്പോർട്ടായിരുന്നു അത്. പക്ഷെ അത് ഇതുവരെ പബ്ലിക്കിന് വേണ്ടി വെച്ചിട്ടുണ്ടായില്ല. അപ്പം ഈ ഒരു ആക്ടിന്റെ ബലത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും അത് അവൈലബിൾ ആയി. അതാണ് പറയുന്നത്. പിന്നെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഉണ്ട്. അതായത് ഗവൺമെന്റും പ്രൈവറ്റ് എന്റിറ്റീസും തമ്മിലുള്ള ഒരു ടൈപ്പ് ആണ്. എന്തെങ്കിലും പ്രൊജക്ട്സിനൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് എഫിഷ്യന്റ് ആയിരിക്കും. പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ കാര്യം നമുക്ക് അറിയാലോ. പ്രൈവറ്റ് ക്യാപിറ്റലിസ്റ്റ് അവരുടെ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ കിട്ടും. ഇതാണ് ജസ്റ്റ് ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഈ 12 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വരും ദിവസങ്ങളിൽ ഈ ഓരോ യൂണിറ്റും അത്രയ്ക്കും കുറച്ച് ബോറായിട്ടുള്ള ടോപ്പിക്സ് ആണ്. പക്ഷെ മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഞാൻ നോക്കും. നമുക്ക് എൻഗേജിങ് ആയിട്ട് പഠിക്കാൻ, കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറും. അപ്പം വരും ദിവസങ്ങളിൽ കാണാം. അപ്പോഴത്തേക്ക് ബൈ.